Chelsea fans, football fans, welcome back to Chelsea Karen channel. ചെൽസി വേഴ്സസ് ആർസണൽ സ്വാഭാവികമായിട്ടും ഒരു ഹോട്ട് ടോപ്പിക്കായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം രണ്ട് ടീമുകളും നല്ല ഫോമിൽ നിൽക്കുകയാണ്. ആർസണൽ പ്രത്യേകിച്ച് ഈ ഒരു സീസൺ ടൈറ്റിൽ ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. നല്ലൊരു വിജയം അഗൈൻസ്റ്റ് ബയൺ മ്യൂണിക്, ചെൽസിക്ക് നല്ലൊരു വിജയം അഗൈൻസ്റ്റ് ബാർസലോണ 3-0. ടു ടീംസ് ഹോട്ട് ഫോം. സ്വാഭാവികമായിട്ടും എല്ലാവരുടെ മനസ്സിലുള്ള ഒരു ചോദ്യം, ഡെക്ലൻ റൈസ് വേഴ്സസ് മോയിസസ് കൈസഡോ. നൗ ഞാൻ മല്ലു ടോക്സ് ആർസണൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റെക്കോർഡിംഗ് ചെയ്യുകയുണ്ടായിരുന്നു ചെൽസി വേഴ്സസ് ആർസണൽ പ്രിവ്യൂവിന് വേണ്ടിയിട്ട്. അപ്പൊ അതില് ചോദിച്ചൊരു ചോദ്യമാണ് ഡെക്ലൻ റൈസ് വേഴ്സസ് മോയിസസ് കൈസഡോ. അപ്പൊ ഞാനും ആലോചിച്ചു, ശരിയാണല്ലോ, അതിനെ കുറിച്ച് എൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു വീഡിയോ ചെയ്യണ്ടേ, റൈസ് വേഴ്സസ് കൈസഡോ, ഹൂ വിൽ വിൻ ദ ബാറ്റിൽ ഓഫ് മിഡ്ഫീൽഡ് എന്നുള്ളത്. പക്ഷെ രസകരമായ ഒരു കാര്യം, ഡെക്ലൻ റൈസ് വേഴ്സസ് കൈസഡോ മിഡ്ഫീൽഡ് ബാറ്റില് എനിക്ക് തോന്നുന്നില്ല ഇവർ രണ്ടുപേരും ഇൻഡിവിജ്വലി അങ്ങോട്ടും ഇങ്ങോട്ടും നേരിടുന്നുള്ളത്. നമ്മൾ ടിപ്പിക്കലി മെസ്സിയൊക്കെ നേരിടുമ്പോഴത്തേക്കും മെസ്സി വേഴ്സസ് ലെഫ്റ്റ് ബാക്ക്, അല്ലെങ്കിൽ കുക്രോയ വേഴ്സസ് യമാൽ, റീസ് ജെയിംസ് വേഴ്സസ് റാഷ്ഫോർഡ്, അങ്ങനെയൊക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെയും ഇതില് ഡെക്ലൻ റൈസ് നേരിട്ട് കൈസഡോനെ ട്രാക്ക് ചെയ്യുമോ അല്ലെങ്കിൽ കൈസഡോ ഡെക്ലൻ റൈസിനെ ട്രാക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. എനിക്ക് തോന്നുന്നു കൈസഡോന്റെ കുറച്ചും കൂടെ റെസ്പോൺസിബിലിറ്റി എസേനെ ട്രാക്ക് ചെയ്യായിരിക്കും എന്നുള്ളത്. കാരണം വേറൊന്നുമല്ല, എസെ ഈസ് their number 10, one of the most enigmatic players, and എസയുടെ മൂവ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ബിറ്റ് ഡിഫിക്കൽട്ട്. അല്ലെങ്കിൽ മെറീനോ ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും മെറീനോ ട്രാക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കും കൈസഡോന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഡെക്ലൻ റൈസിനെ ട്രാക്ക് ചെയ്യുക എന്നുള്ളത് മോസ്റ്റ്ലി ഒന്നില്ലെങ്കിൽ എൻസോ ഫെർണാണ്ടസിന് ആവണം, അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി സംബഡി എൽസ്. നമ്പർ 10 ആരാണോ കളിക്കുന്നതെന്നുള്ളത്. ബട്ട് ഐ എം ഗോയിങ് വിത്ത് എൻസോ ഫെർണാണ്ടസ്. ഇനി അഥവാ അതല്ലാന്നുണ്ടെങ്കിൽ സാന്റോസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ദെൻ സാന്റോസ് വിൽ ബി മാസ്ഡ് ടു ടാർഗറ്റ് എസെ ആൻഡ് കൈസഡോ വിൽ ബി മാസ്ഡ് ടു ടാർഗറ്റ് ഡെക്ലൻ റൈസ്. അതൊരു പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അത് ഡിപ്പെൻഡ്സ് ഹൂസ് ഓൺ മിഡ്ഫീൽഡ്. മേ ബി റീസ് ജെയിംസ് വീണ്ടും മിഡ്ഫീൽഡ് 45 മിനിറ്റ് കളിക്കാം എന്നുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ, ഇപ്പോഴത്തെ ഓൺ പേപ്പർ, ഡെക്ലൻ റൈസ് ഡയറക്ട്ലി വേഴ്സസ് കൈസഡോ വളരെ വളരെ റെയർ ആയിരിക്കും. ഇല്ലാന്നല്ല, അവർ പിച്ചിൽ 90 മിനിറ്റ് കളിക്കുമ്പോഴത്തേക്കും എന്തെന്നാലും ഒന്ന് രണ്ട് മൊമെന്റ്സ് ഓഫ് ദം കമ്മിങ് ടുഗദർ ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷെ മൊത്തത്തിൽ ഗെയിം എടുത്ത് നോക്കുമ്പോഴത്തേക്കും എല്ലാവരും അനലൈസ് ചെയ്യാൻ പോകുന്നത് ഹൂ ഹാഡ് എ ബെറ്റർ ഗെയിം അല്ലെങ്കിൽ ഹൂ ഇസ് ഹാവിംഗ് എ ബെറ്റർ ഗെയിം എന്നായിരിക്കും. അത് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ടീം പെർഫോം അല്ലെ. രണ്ട് ടീമുകളുടെയും പെർഫോമൻസ് അനുസരിച്ചിരിക്കും. ലെറ്റ്സ് സേ ആർസണൽ ഡോമിനേറ്റ് ദ ബോൾ, സ്വാഭാവികമായിട്ടും ഒരുപാട് ടച്ചസ് ഡെക്ലൻ റൈസിന് ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ ചെൽസി ഡോമിനേറ്റ് ദ ബോൾ, സ്വാഭാവികം അവിടെ കൈസഡോന് കൂടുതൽ ടച്ചസ് ഉണ്ടാവും. അപ്പൊ എല്ലാവരും വന്നിട്ട് പറയും പേപ്പറിൽ ലുക്ക് അറ്റ് ദിസ് ടച്ചസ്, ലുക്ക് അറ്റ് ദിസ്, മറ്റേത് മറിച്ചത് എന്ന് പറഞ്ഞ കുറെ ടാക്ടിക്സ് ആൻഡ് ടാക്ടിക്കൽസ് ഒക്കെ ആയിരിക്കും ഇൻവേർട്ട് ചെയ്യാൻ പോകുന്നത്. ബട്ട് ഓവറോൾ രണ്ടുപേരും ഡിഫറെന്റ് പ്രൊഫൈലാണ്. കൈസഡോ ഇസ് പ്ലേയിങ് ആസ് മോർ ഓഫ് ലൈക്ക് ദ ഡിഫൻസീവ് മിഡ്ഫീൽഡർ, പക്ക പഴയ ചെൽസിയുടെ മാക്കലേലി റോൾ കളിച്ചിരുന്ന ആ ഒരു റോൾ, കവറിംഗ് അപ്പ് ദാറ്റ് സ്പേസ്, കൗണ്ടർ അറ്റാക്കിംഗ് ഒക്കെ വരുന്ന സമയത്തേക്ക് നമ്മൾ ഡിഫെൻഡ് ചെയ്യുക, അതായിരിക്കും കൈസഡോന്റെ. നേരെ മറിച്ച് ഡെക്ലൻ റൈസ് കളിക്കുന്ന ഒരു ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ, സിമിലർ അപ്പ് ആൻഡ് ഡൗൺ ഡിസ്ട്രോയർ. അപ്പൊ ഡെക്ലൻ റൈസിന്റെ ഓപ്പോസിറ്റ് ഇസ് എൻസോ ഫെർണാണ്ടസ്, കൈസഡോന്റെ ഓപ്പോസിറ്റ് ഇസ് സൂബമെൻഡി. ആൻഡ് സൂബമെൻഡി ഇസ് എ ടോട്ടലി ഡിഫറെന്റ് പ്ലെയർ. സൂബമെൻഡി ഒരു കൈസഡോ സ്റ്റൈൽ ഒരു വർക്ക് ഹോഴ്സ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ അല്ല, നേരെ മറിച്ച് ഒരു ബോൾ കാരിയർ, സംബഡി ഹു ക്യാൻ ഹാൻഡിൽ തിങ്സ് അണ്ടർ പ്രഷർ, സംബഡി ഹു ക്യാൻ എന്താ പറയണേ പ്ലേ ദാറ്റ് പ്രോപ്പർ നമ്പർ 6 റോൾ ഫോർ. നല്ലൊരു കോമ്പിനേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ. സൂബമെൻഡി ഡെക്ലൻ റൈസ് ഇസ് എ വെരി വെരി ഗുഡ് കോമ്പിനേഷൻ. അപ്പോ ഈവൻ ദോ ആസ് ചെൽസി ഫാൻസ്, ആർസണൽ ഫാൻസ്, നമ്മുടെ ഡെക്ലൻ റൈസ് വേഴ്സസ് കൈസഡോ കോമ്പറ്റീഷൻ കാണാൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അതൊരു ഡയറക്റ്റ് കോമ്പറ്റീഷൻ ആണെന്നുള്ളത്. പക്ഷെ എന്നാലും നമുക്ക് രസകരമായിട്ട് ഈ ഒരു രണ്ട് ബാറ്റിൽ ആരായിരിക്കും മുന്നിൽ വരിക എന്നുള്ളത് കാണാൻ വളരെ ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. Whom do you think will win this midfield battle? Declan Rice or Moises Caicedo? Do let me know guys your thoughts in the comment section. Thank you so much for watching. Signing FSK from Chelsea Karen.